ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഓപ്പറേഷൻ, അതുപോലെ എന്താണ് മിസ്മാനേജ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലീഫ് ഇൻ കേസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 241 ആൻഡ് 242 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ് റിലീഫ്സ് ഇൻ കേസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 241 എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, an application can be made to the tribunal in case one of the following conditions is fulfilled. താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പനി ലോ ട്രൈബ്യൂണലിന് മുൻപാകെ ഒരു ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ് എന്നുള്ളതാണ്. അതായത് താഴെ പറയുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പനി ലോ ട്രൈബ്യൂണലിന് മുൻപാകെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് എന്നാണ് സെക്ഷൻ 241 പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു കണ്ടീഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇഫ് എ മെമ്പർ കംപ്ലൈൻസ് ദാറ്റ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി ആർ ബീയിങ് കണ്ടക്റ്റഡ് ഇൻ മാനർ prejudicial ടു പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ ഇൻട്രസ്റ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ മെമ്പർ ഓഫ് ദ കൺട്രി. അതായത് ഏതെങ്കിലും ഒരു മെമ്പർ പരാതി പറയുകയാണ്, അതായത് കമ്പനിയുടെ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ജനറൽ പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ്, അതല്ലെങ്കിൽ കൺട്രിയിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്പറുടെ ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് കമ്പനി ലോ ട്രൈബ്യൂണലിന് മുൻപാകെ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, there is a material change in interests of creditors, debentures or any shareholders of the company by action of board of directors which is likely to be arbitrary and prejudiced. കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ആർബിട്രറി ആക്ട് മൂലം കമ്പനിയിലെ മറ്റുള്ള ക്രെഡിറ്റേഴ്സ്, അതല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതല്ലെങ്കിൽ മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സ്, ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റിൽ വളരെ വലിയൊരു മെറ്റീരിയൽ ചേഞ്ച് സംഭവിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്തും കമ്പനി ലോ ട്രൈബ്യൂണലിന് മുൻപാകെ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെൻട്രൽ ഗവൺമെന്റ് ഉറച്ചു വിശ്വസിക്കുകയാണ്, അതായത് കമ്പനിയുടെ ആക്ട് അല്ലെങ്കിൽ കമ്പനിയുടെ കണ്ടക്ട് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനെ അടിച്ചമർത്തുന്ന രീതിയിലാണ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. ഇങ്ങനെയുള്ള ഈ മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 241 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനി ലോ ട്രൈബ്യൂണലിന് മുൻപാകെ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്പനിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ കംപ്ലൈന്റ് ചെയ്യുകയാണ്, അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരായിട്ടോ അല്ലെങ്കിൽ കൺട്രിയിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്പറിന്റെ ഇൻട്രസ്റ്റിന് എതിരായിട്ടാണോ കമ്പനിയുടെ അഫയേഴ്സ് നടക്കുന്നത്. രണ്ടാമതായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ആർബിട്രറി ആക്ട് മൂലം ഷെയർ ഹോൾഡേഴ്സ്, അതല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റിൽ വളരെ വലിയൊരു മെറ്റീരിയൽ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ. മൂന്നാമതായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ബിലീവ് ചെയ്യുകയാണ് ഈ കമ്പനിയുടെ ആക്ട് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനെ തകർക്കുന്ന രീതിയിൽ ആണ് എന്നുള്ളത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 242 ആണ്. The tribunal has been granted with powers under section 242 of the act to act and solve matters on its own discretion if it thinks that company affairs are prejudiced in any manner. സെക്ഷൻ 241 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് കമ്പനി ലോ ട്രൈബ്യൂണലിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നത് എന്നുള്ളതാണ്.
എന്നാൽ സെക്ഷൻ 242 അണ്ടറിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ മുകളിൽ എന്തൊക്കെ പവേഴ്സ് ആണ് ട്രൈബ്യൂണലിന് എക്സസൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ആ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പവേഴ്സ് ആണ് ട്രൈബ്യൂണലിന് എക്സസൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സെക്ഷൻ 242 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ട്രൈബ്യൂണൽ എന്തൊക്കെ റിലീഫ്സ് ആണ് ഗ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ റിലീഫ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഭാവി അഫയേഴ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കാം. രണ്ടാമതായിട്ട് കമ്പനിയുടെ ഷെയർസ് ഇനി അലോട്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഇനി ട്രാൻസ്ഫർ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കാം. അതല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസ് അലോട്ട് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും വിലക്കിക്കൊണ്ടുള്ള ഒരു ഓർഡർ ആയിരിക്കാം. അടുത്ത റിലീഫ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്പനിയിലെ ആ ഒരു പെർട്ടിക്കുലർ മെമ്പറുടെ ഷെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കാം. അതായത് ആ ഒരു പെർട്ടിക്കുലർ മെമ്പറുടെ ഷെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒന്നെങ്കിൽ കമ്പനി അതല്ലെങ്കിൽ കമ്പനിയിലെ മറ്റ് മെമ്പേഴ്സ് പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കാം. ഇപ്പോൾ കമ്പനിയാണ് അത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആ ഒരു മെമ്പറുടെ ഇൻട്രസ്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അവിടുത്തെ ഷെയർ ക്യാപിറ്റലിൽ റിഡക്ഷൻ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് അവരുടെ ഇപ്പോൾ ഉള്ള ഒരു ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത റിലീഫ് എന്ന് പറയുന്നത് it may terminate or set aside an agreement between company and directors after obtaining consent of the concerned party. കമ്പനിയും ഡിറക്ടേഴ്സും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ അതിപ്പോൾ തൽക്കാലം സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ആയിരിക്കാം. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഓർഡർ കൊടുക്കുന്നത് എപ്പോൾ മാത്രമാണ്? ആ കൺസേൺഡ് പാർട്ടിയുടെ സമ്മതം ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കുക. അതായത് കമ്പനിയും ഡയറക്ടേഴ്സും തമ്മിൽ എഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അടുത്ത റിലീഫ് എന്ന് പറയുന്നത് കമ്പനിയിലെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ അവരെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ആയിരിക്കാം. അടുത്ത റിലീഫ് എന്താണെന്ന് വെച്ചാൽ, ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ 3 മാസത്തിന് ഉള്ളിൽ കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ, ഡെലിവറി, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള പേയ്മെൻറ്റ്, എക്സിക്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കണം. അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ 3 മാസത്തിന് ഉള്ളിൽ കമ്പനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള ആക്ടിവിറ്റീസ് സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കാം. അടുത്ത റിലീഫ് എന്ന് പറയുന്നത് it might provide for recovery of undue gain by any director or managing director of the company, which can include utilization of protection funds or payment of identifiable victims. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് നേടിയിട്ടുള്ള അൺഡ്യൂ ഗെയിൻ റിക്കവർ ചെയ്ത് കൊള്ളണം അല്ലെങ്കിൽ റിക്കവർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ ആയിരിക്കാം. അതായത് മാനേജിംഗ് ഡയറക്ടേഴ്സും മാനേജേഴ്സും ഡയറക്ടേഴ്സും ലോഫുള്ളി അല്ലാണ്ട് നേടിയെടുത്തിട്ടുള്ള ആ ഒരു ഗെയിന് റിക്കവർ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് മാനറിലായിരിക്കണം അത് റിക്കവർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡറും കൊടുക്കുമായിരിക്കും. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, it might provide for appointment of such number of people as directors who have to report to tribunal as required. ട്രൈബ്യൂണലിന് അതുപോലെ വേറെ എന്തൊരു കാര്യം കൂടിയും ഓർഡർ ചെയ്യാം. അതായത് അവർക്ക് തോന്നുന്ന നമ്പർ ഓഫ് പേഴ്സൺസിനെ ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഓർഡർ പാസ്സാക്കാവുന്നതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് മേ ഇമ്പോസ് കോസ്റ്റ്സ് ആൻഡ് ഫൈൻസ് ആസ് ഡീംഡ് ഫിറ്റ്. ട്രൈബ്യൂണലിന് ഫിറ്റാണ് എന്ന് തോന്നിയിട്ടുള്ള ഫൈൻസ് അതുപോലെ തന്നെ കോസ്റ്റൊക്കെ ഇമ്പോസ് ചെയ്യാവുന്നതാണ്. അതായത്
അവർക്ക് ട്രൈബ്യൂണലിന് ഫിറ്റാണ് എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു പിഴ കമ്പനിയുടെ മുകളിൽ ഇമ്പോസ് ചെയ്യാവുന്നതാണ്. ഇത്രയും റിലീഫ്സ് ആണ് ട്രൈബ്യൂണൽ പാസ്സാക്കുന്നത് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ കൊടുക്കുന്നത്. ബട്ട് ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഇറ്റ് മൈറ്റ് അല്ലെങ്കിൽ ഇറ്റ് മേ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് ഒന്നെങ്കിൽ, അതായത് ഇത് ട്രൈബ്യൂണലിന്റെ ഡിസ്ക്രിപ്ഷനാണ്, ഒന്നെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാണ്ടിരിക്കാം എന്നുള്ളത്. കമ്പനി ലോ ട്രൈബ്യൂണൽ ഒരു വേർഡിക്റ്റ് പ്രൊനൗൺസ് ചെയ്തതിന് ശേഷം കമ്പനി ഫോളോ ചെയ്യേണ്ടതായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി നോക്കാം. The company has to file a certified copy of the order given by tribunal with the registrar within 30 days of the order. കമ്പനി ലോ ട്രൈബ്യൂണൽ നൽകിയിട്ടുള്ള ആ ഒരു ഓർഡറിൻ്റെ സർട്ടിഫൈഡ് കോപ്പി കമ്പനി രജിസ്ട്രാറുടെ മുൻപാകെ ഓർഡർ പാസ്സാക്കിയിട്ടുള്ള 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട്, if the order of the tribunal makes an alteration in rules of the company, then the company cannot make any alteration inconsistent with the order given without seeking permission of tribunal. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഇപ്പോഴത്തെ റൂള് ഓൾട്ടറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ അങ്ങനെ ഒരു ഓർഡർ കമ്പനി അങ്ങനെ ഒരു ഓർഡർ ട്രൈബ്യൂണൽ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരിക്കലും ആ ഒരു ഓർഡറിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഓൾട്ടറേഷൻ നടത്താൻ പറ്റില്ല. അതായത് ട്രൈബ്യൂണലിൻ്റെ പെർമിഷൻ ചോദിക്കാണ്ട് ഒരിക്കലും ഓർഡറിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് കമ്പനിക്ക് ഓൾട്ടറേഷൻ ചെയ്യാൻ പറ്റില്ല. അടുത്തതായി പറയുന്നത്, the alteration made by tribunal in memorandum and rules shall have same force and effects as made by the company and has to compulsorily follow. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, ട്രൈബ്യൂണൽ നടത്തിയിട്ടുള്ള ചേഞ്ച്, അതായത് ട്രൈബ്യൂണൽ മെമ്മോറാണ്ടത്തിലും റൂൾസിലും നടത്തിയിട്ടുള്ള ആ ഒരു ആൾട്ടറേഷന് കമ്പനി എന്തൊക്കെ കമ്പനി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ എഫക്റ്റ് ആണ് വരാറ്, സെയിം എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അതായത് ഒരു കമ്പനി മെമ്മോറാണ്ടത്തിലും റൂൾസിലും സ്വമേധയാ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ എന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാവുക, സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും ട്രൈബ്യൂണൽ ആ മെമ്മോറാണ്ടത്തിൻ്റെ മുകളിലും റൂൾസിൻ്റെ മുകളിലും ഓൾട്ടറേഷൻ കൊണ്ടുവന്നാലും. അതുകൊണ്ട് തന്നെ ട്രൈബ്യൂണൽ പറഞ്ഞിട്ടുള്ള ഓൾട്ടറേഷൻ കമ്പനി കമ്പൽസറിലി ഫോളോ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട്, the order altering the company's memorandum should be registered with the registrar within 30 days. കമ്പനിയുടെ മെമ്മോറാണ്ടം ഓൾട്ടർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഡർ കമ്പനിയുടെ രജിസ്ട്രാറുടെ മുൻപാകെ 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട്, if the company alters without the permission, then it is likely to be penalized for its conduct extending from 1 lakh to 25 lakh. Also, the officer responsible is likely to be imprisoned or penalized with a fine or might face both. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, കമ്പനി പെർമിഷൻ ഇല്ലാണ്ട് ഓൾട്ടറേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ട്രൈബ്യൂണലിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് കമ്പനി ഓൾട്ടറേഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് കിട്ടാവുന്നതാണ്. അതായത് അതൊരു പണിഷബിൾ ആക്ടിവിറ്റിയാണ്. അതായത് 1 ലക്ഷം തൊട്ട് 25 ലക്ഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫൈന് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് ഓഫീസറാണ് ഈ ഒരു ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അതായത് ഈ ട്രൈബ്യൂണലിൻ്റെ പെർമിഷൻ സീക്ക് ചെയ്യാണ്ട് ഓൾട്ടറേഷൻ നടത്തിയിട്ടുള്ളത്, അദ്ദേഹം ഒന്നെങ്കിൽ ഇംപ്രിസൺമെൻറ്റിന് വിധേയനാവും, അതല്ലെങ്കിൽ ഫൈൻ കിട്ടാവുന്നതാണ്, അതല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാവുന്നതും ആണ്. അതായത് ട്രൈബ്യൂണലിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഓൾട്ടറേഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു പണിഷബിൾ ആക്ടിവിറ്റി തന്നെയാണ്. 1 lakh തൊട്ട് 25 lakh വരെ ഫൈൻ കിട്ടാവുന്നതാണ്. ആൻഡ് ഏത് ഓഫീസറാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അദ്ദേഹത്തിന് ഒന്നെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ഫൈൻ കിട്ടും, അതല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടുന്നതാണ്.
ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റിലീസ് ഗ്രാൻഡഡ് ഫോർ ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.